ഹേമ കമ്മിറ്റി കൊടുങ്കാറ്റായതോടെ മലയാള സിനിമയിലെ ഒരു വലിയ സംഘടന തന്നെ നിലംപതിച്ചിരിക്കുന്നു. നടന്നത് മോഹൻലാൽ ഉൾപ്പെടെയുള്ള അമ്മ ഭരണസമിതിയിലെ കൂട്ടരാജി. താരസംഘടനയായ അമ്മയിലുണ്ടായ ഭിന്നതയിലും പൊട്ടിത്തെറിയിലും വളരെ വികാരധീനനായി മോഹൻലാൽ കാണപ്പെട്ടു. നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് മോഹൻലാൽ അംഗങ്ങളോട് പറഞ്ഞു. രാജിക്കുണ്ടായ തീരുമാനം എടുക്കും മുമ്പ് മോഹൻലാൽ മമ്മൂട്ടിയോട് സംസാരിച്ചതായും വിവരങ്ങൾ പുറത്തുവരുന്നു. എന്നാൽ മമ്മൂട്ടി ഉൾപ്പെടെ രാജിവെക്കാനാണ് മോഹൻലാലിന് നൽകിയ നിർദ്ദേശമെന്നാണ് വിവരം. വിഷയത്തിൽ മാധ്യമങ്ങളോട് ഇതുവരെയും മോഹൻലാൽ പ്രതികരിച്ചിട്ടില്ല. വാർത്താക്കുറിപ്പിൽ നൽകിയ വിശദീകരണത്തിൽ രാജിവെക്കുന്നതായി മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. ആദ്യം രാജി പ്രഖ്യാപിച്ചത് മോഹൻലാലായിരുന്നു. താൻ രാജിവെക്കുന്നുവെന്ന് നേരത്തെ അംഗങ്ങളെ അറിയിച്ചിരുന്നു. ലാലിനെ പിന്തിരിപ്പിക്കാൻ ചിലർ ശ്രമിച്ചുവെങ്കിലും തീരുമാനത്തിൽ മോഹൻലാൽ ഉറച്ചുനിന്നു. അതോടെ കമ്മിറ്റി ഒന്നാകെ രാജിവെക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. അംഗങ്ങളെ മോഹൻലാൽ രാജിക്കാര്യം അറിയിച്ചത് വികാരധീനനായിട്ടായിരുന്നുവെന്നും പറഞ്ഞു കേൾക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സംഘടനയ്ക്കകത്തുണ്ടായ രൂക്ഷമായ അഭിപ്രായ ഭിന്നതകളാണ് അമ്മയിലെ കൂട്ടരാജിക്ക് കാരണമായത്. താരങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ 2 ചേരിയായി തർക്കിച്ചതോടെയാണ് അമ്മ അധ്യക്ഷൻ മോഹൻലാൽ ഭരണസമിതി പിരിച്ചുവിടാനും പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതായും പ്രഖ്യാപിച്ചത്. ഇന്ന് നടന്ന ചർച്ചയിൽ നടനും അമ്മ വൈസ് പ്രസിഡന്റുമായ ജഗദീഷിനൊപ്പം പൃഥ്വിരാജടക്കം യുവതാരങ്ങളും നടികളും കടുത്ത നിലപാടുമായി നിന്നിരുന്നു. ഇവർ പരസ്യ പ്രതികരണത്തിലേക്ക് പോകുമെന്ന് നിലപാടെടുത്തതോടെയാണ് അമ്മ അധ്യക്ഷന്റെ രാജി പ്രഖ്യാപനം. വാട്സപ്പ് ഗ്രൂപ്പിൽ രാജി പ്രഖ്യാപനം നടത്തുന്നതിനു മുമ്പ് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിൽ സംസാരിച്ചിരുന്നു. നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ് മോഹൻലാൽ വികാരധീനനായി. പുതിയ ഭരണസമിതി വൈകരുതെന്ന് യുവതാരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ ജനറൽ ബോഡി വിളിച്ച് പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കും. അതുവരെ താൽക്കാലിക ഭരണസമിതി തുടരുമെന്നാണ് നിലവിലുള്ള തീരുമാനം.